വിശദമായ വാർത്തകളിലേക്ക്. കടുവാ ഭീതിയിൽ വയനാട് നെന്മേനി എടയ്ക്കൽ താഴ്വര. അമ്പുകുത്തി എടയ്ക്കൽ വെള്ളച്ചാട്ടം കവലയ്ക്കടുത്ത് തോട്ടങ്ങളിലും വയലുകളിലും വീണ്ടും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. വയനാട് എടയ്ക്കൽ താഴ്വരയിലും സമീപ പ്രദേശങ്ങളിലെയും ജനവാസ കേന്ദ്രങ്ങളിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. പൊന്മുടിക്കോട്ടയിൽ 2 മാസത്തിലധികമായി കടുവയുടെ ആക്രമണം പതിവായിരുന്നു. പൊന്മുടിക്കോട്ടയിൽ കഴിഞ്ഞ മാസം മറ്റൊരു കടുവയെ പിടികൂടിയെങ്കിലും കൂടുതൽ കടുവകളുണ്ട്. ഇവ വളർത്തുമൃഗങ്ങളെ വേട്ടയാടുകയാണ്. 2 ദിവസമായി അമ്പുകുത്തി എടയ്ക്കൽ പ്രദേശങ്ങളിൽ കടുവ ഭീതി നിലനിൽക്കുന്നു. ഇന്നലെ പോലും കടുവയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് വളരെ വ്യക്തമായ രീതിയിൽ കടുവയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങുന്നതിനോ കൂലിപ്പണിക്ക് പോകുന്നതിനോ മറ്റു കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനോ മദ്രസയിൽ പോകുന്നതിനോ കഴിയാത്ത സാഹചര്യമുണ്ട്. വളരെയധികം പട്ടിണിയിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. വനം വകുപ്പ് അവരാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭീതി കാരണം ജനങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് അമ്പുകുത്തി ജനകീയ സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. വയനാട്ടിൽ വാരിക്കുഴി സമരവുമായി കർഷകർ. വന്യമൃഗ ശല്യത്തിനെതിരെയാണ് കർഷകർ സ്വയം പ്രതിരോധത്തിന് ഒരുങ്ങുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് കർഷകർ വാരിക്കുഴി കുഴിച്ച് സമരത്തിന് ഒരുങ്ങുന്നത്. മുൻകാലങ്ങളിൽ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടുന്നതിന് ഉപയോഗിച്ച നാടൻ രീതിയാണിത്. നാളെ വാഗേരിയിലെ കർഷകന്റെ തോട്ടത്തിലാണ് കിസാൻ സഭ പ്രവർത്തകർ വാരിക്കുഴി കുഴിക്കുന്നത്. CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വന്യമൃഗശല്യത്തിന്റെ അതിരൂക്ഷമായ ആക്രമണം കൊണ്ട് ഒരു രൂപത്തിലും കൃഷി ചെയ്യിക്കാൻ ഇന്ന് വയനാട്ടിലെ കൃഷിക്കാർക്ക് സാധിക്കുന്നില്ല. വനം വകുപ്പ് യാതൊരുവിധ സംരക്ഷണ നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ സ്വയം പ്രതിരോധത്തിലേക്ക് കൃഷിക്കാർ നീങ്ങിയാണ്. ഇതിന്റെ ഭാഗമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ കൃഷിക്കാർ അവരുടെ കൃഷിയിടങ്ങളിൽ വാരിക്കുഴികൾ സൃഷ്ടിച്ചുകൊണ്ട് വന്യമൃഗ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള നീക്കത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ കാറും KSRTC സൂപ്പർഫാസ്റ്റും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കാർ ഡ്രൈവർ കഴക്കൂട്ടം സ്വദേശി അനൂപ് MU നായരാണ് മരിച്ചത്. പുലർച്ചെ 2:30 കിളിമാനൂരിലായിരുന്നു അപകടം. പാലായിൽ വിവാഹത്തിന് പോയി മടങ്ങിവരവെയാണ് കാർ അപകടത്തിൽപ്പെട്ടത്. 5 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ആറ്റിങ്ങൽ ദേശീയപാതയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് ഗുരുതര പരുക്ക്. തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചതാണ് അപകട കാരണം. ദേശീയപാതയിൽ ITIക്ക് സമീപം ആയിരുന്നു അപകടം. കൊല്ലമ്പുഴ സ്വദേശി സച്ചു, കാട്ടുപുറം സ്വദേശി സുജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആദ്യം വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കി ഇടമലക്കുടിക്ക് പുറമെ മൂന്നാറിലും ബാലവിവാഹം. 17 വയസ്സുകാരിയെ മാതാപിതാക്കളുടെ അറിവോടെ 26 വയസ്സുകാരൻ വിവാഹം ചെയ്തെന്നാണ് കണ്ടെത്തൽ. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. 2022 ജൂലൈയിലാണ് മൂന്നാർത്തോട്ടം മേഖലയിൽ 17 വയസ്സുള്ള പെൺകുട്ടിയെ 26കാരൻ വിവാഹം ചെയ്തത്. വിവാഹശേഷം ഇയാളുടെ വീട്ടിൽ തന്നെയാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. അടുത്തിടെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പെൺകുട്ടി 7 മാസം ഗർഭിണിയാണെന്ന് അധികൃതർ കണ്ടെത്തി. അതോടെയാണ് വിവരം പുറത്തായത്. ആശുപത്രി അധികൃതർ ദേവികുളം പോലീസിന് വിവരം നൽകുകയായിരുന്നു. തുടർന്ന് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകിയ കേസിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് ഇടമലക്കുടിയിൽ ശൈശവ വിവാഹം നടന്നതായി കണ്ടെത്തി അന്വേഷണം ആരംഭിച്ചത്. മൂന്നാർ പോലീസ് ഈ കേസിലെ പ്രതിയെ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും ദേവികുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ബാലവിവാഹം നടന്നതായി കണ്ടെത്തിയത്. ഒളിവിൽ പോയ പ്രതി മണിമാരനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുടുംബത്തിലെ 3ാമത്തെ ആളും മരിച്ചു. ആന്റണി ജെസി ദമ്പതികളുടെ മകൾ സിൽനയാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെ ആന്റണിയും ജെസിയും മരിച്ചിരുന്നു. കടബാധ്യതയെ തുടർന്നാണ് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇക്കഴിഞ്ഞ 30 രാത്രിയോടെയാണ് കുടുംബം വിഷം കഴിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ജലാശയവും നീരുറവകളും മണ്ണിട്ട് നികത്തുന്നതായി പരാതി. അനധികൃത നടപടികൾക്കായി വില്ലേജ് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശ ഉണ്ടെന്നും ആക്ഷേപമുണ്ട്. നികത്തലിൽ നടപടി വേണമെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. ആനാട് പഞ്ചായത്തിലെ ചുള്ളിമാനൂർ മഞ്ഞക്കോട്ട് മൂലയിൽ പൊതുതോടും നീരുറവകളും മണ്ണിട്ട് മൂടുന്നതായാണ് പരാതി. വാമനപുരം നദിയിൽ പതിക്കുന്ന ഈ തോടുകളുടെ നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലാണ് ഇപ്പോൾ.
കൊച്ചാട്ടുകാൽ, ഊറ്റുക്കലുങ്ങ്, പുലിക്കുഴി, ആറാംപള്ളി, കോട്ടപ്പറമ്പ് എന്നീ ഭാഗത്തു നിന്നും ഒഴുകിവരുന്ന തോടുകളാണ് ഇവ. അനധികൃത നികത്തലിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നതായും ആരോപണമുണ്ട്. ഇതിൽ അന്വേഷണം വേണം എന്നാണ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. സ്വകാര്യ വസ്തു ഉടമ പഞ്ചായത്തിൽ നിന്നും ഡെവലപ്മെന്റ് പെർമിറ്റ് വാങ്ങിയാണ് തോടുകൾ ഉൾപ്പെടെ മണ്ണിട്ട് മൂടുന്നതെന്നാണ് ആരോപണം. പുരയിടത്തിന് മധ്യത്തൂടെ ഒഴുകുന്ന തോട് വീതി കുറയ്ക്കുകയോ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് പെർമിറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ കടുത്ത നിയമലംഘനമാണ് നടക്കുന്നത് എന്നാണ് സമരക്കാർ പറയുന്നത്. ലോറികളിൽ കുന്നിടിച്ചു കൊണ്ടുവരുന്ന മണ്ണ് തോടുകളിൽ ഇട്ട് മൂടുകയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂമാഫിയ ഈ പ്രദേശത്ത് നിന്ന് ഒട്ടനവധി പാടങ്ങളും കുന്നുകളും ഒക്കെ വാങ്ങിക്കൂട്ടുകയും ഇവിടെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള തോട് നശിപ്പിക്കുന്ന രീതിയിൽ JCB ഇറക്കി തോടുകളൊക്കെ ഇടിച്ചു നിരത്തിയപ്പോൾ നാട്ടുകാർ പഞ്ചായത്തിലും അധികാരികളിലും വില്ലേജിലുമൊക്കെ പരാതി കൊടുത്തു. ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം സന്ദർശിച്ചു. അവരെല്ലാം വ്യക്തമായി നിർദ്ദേശം നൽകി ഈ തോടിനെ നശിപ്പിക്കരുതെന്നും അതിനെ നിലനിർത്തണമെന്നുമൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ആ സന്ദർഭത്തിൽ അതെല്ലാം ലംഘിച്ചു. ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോടാണ് പുതുതോട്. 100 വർഷത്തിന് മേൽ പഴക്കമുള്ള തോട്. കഴിഞ്ഞ 2-3 വർഷമായി ഇവിടെ സ്ഥലം വാങ്ങിയ ആൾ ഷെഫീഖ് എന്ന് പറഞ്ഞ ആൾ അനധികൃതമായി മൂടിക്കൊണ്ടിരിക്കുകയാണ്. മൂടുക മാത്രമല്ല, ആ തോടിന് കുറുക്കെ മതിലേറ്റി മറയ്ക്കുകയും അതിനടിയിൽ മൺപൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെ വലിയമല പോലീസ് സ്റ്റേഷൻ എന്നുള്ള അങ്ങനെ തന്നെ എടുത്ത് പറയുകയാണ്. സ്റ്റേഷനിൽ നിന്നും വനിതാ പോലീസ് അടക്കം വന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഈ രൂപത്തിൽ പണി ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഇവിടെ കൃഷിയെ ആശ്രയിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഇപ്പോൾ കുരുമുളക് ഏതാണ്ട് നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളത് നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ്. അതുപോലെ തെങ്ങ്, റബ്ബർ എല്ലാം ഏതാണ്ട് നശിച്ച ഒരവസ്ഥയിലാണ്. മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രവൃത്തിയിലൂടെ തോടിന്റെ വലിയൊരു ഭാഗം നികത്തിക്കഴിഞ്ഞു. അശാസ്ത്രീയമായ നികത്തൽ മൂലം സമീപ വസ്തു ഉടമകളാണ് കഷ്ടത്തിലായത്. വെള്ളം ഒഴുകിപ്പോകാനാകാതെ മറ്റ് പുരയിടങ്ങളിൽ കെട്ടിനിന്ന് കൃഷിനാശം സംഭവിക്കുന്നത് പതിവായിട്ടുണ്ട്. തെങ്ങുകൾ, റബ്ബർ, വാഴ, മരച്ചീനി ഉൾപ്പെടെയുള്ള കൃഷികൾ നശിക്കുന്നുണ്ട്. മഴക്കാലമായാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. വലിയമല പോലീസും ആനാട് പഞ്ചായത്ത് അധികൃതരും നടപടി എടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇനിയും നികത്തൽ തുടർന്നാൽ ശക്തമായ സമര പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ. ന്യൂസ് 18 നെടുമങ്ങാട്. വയനാട്ടിൽ ബദൽ പാതയെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഓരോ വർഷവും പുതിയ പദ്ധതികൾ പലത് പ്രഖ്യാപിക്കുമ്പോഴും അധികൃതർ മറന്നുപോയ പാതയാണ് പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ്. വനം ഭൂമിക്ക് പകരം ഭൂമി നിരുപാധികം വിട്ടു നൽകിയിട്ടും 9 കിലോമീറ്റർ മാത്രമുള്ള ഈ ചുരമില്ലാ പാതയെ എല്ലാവരും അവഗണിക്കുകയാണ്. പുതുവർഷത്തിൽ വയനാട്ടിലേക്ക് എത്തിയ സഞ്ചാരികളും സാധാരണക്കാരും മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിലായിരുന്നു. രോഗികളും കുട്ടികളും സ്ത്രീകളും വയോധികരും നേരിട്ടത് സമാനതകളില്ലാത്ത ദുരിതം. ഈ സാഹചര്യത്തിലാണ് പ്രായോഗികമായി നടപ്പാക്കാവുന്ന പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡിന്റെ പ്രാധാന്യം. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കവേ 1994 9.6 കോടി രൂപ വകയിരുത്തി റോഡ് നിർമ്മാണം തുടങ്ങിയത്. പാലം ഉൾപ്പെടെ നിർമ്മിച്ച് 13 കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയാക്കി. 52 ഏക്കർ വെസ്റ്റേൺ ഫോറസ്റ്റ് ഭൂമിക്ക് പകരം പടിഞ്ഞാറത്തറ പഞ്ചായത്തും ജനങ്ങളും ചേർന്ന് 104 ഏക്കർ ഭൂമി വനംവകുപ്പിന് കൈമാറി. എന്നിട്ടും പാത യാഥാർത്ഥ്യമായില്ല. ഇത് ഫോറസ്റ്റിൽ കൂടെ ആണെന്നും പറഞ്ഞുകൊണ്ട് വെസ്റ്റേഡ് ഫോറസ്റ്റിൽ കൂടെ, അതായത് ഈ തരിയോട് ഡാം, ബാണാസുര സാഗർ ഡാമിന് വേണ്ടിയിട്ട് തരിയോട് ടൗൺ ഒഴിപ്പിച്ചപ്പോൾ ആശ്രയിക്കാൻ ടൗണില്ലാതായ എസ്റ്റേറ്റുകൾ, 22ഓളം എസ്റ്റേറ്റുകൾ 1971 വെസ്റ്റേഡ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം മിച്ചഭൂമിയായിട്ട് പിടിച്ചെടുത്ത പണ്ട് കൃഷി ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാപ്പിയും കൊടിയൊക്കെ ഉണ്ടായിരുന്ന എസ്റ്റേറ്റുകളാണ് ഇത്. ഇതിലൂടെ ലോറി പോയിക്കൊണ്ടിരുന്ന റോഡാണ് ഈ കാണുന്നത്. ഈ 30 കൊല്ലമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് നമുക്ക് തിരിയില്ല. പക്ഷേ കല്ലൊക്കെ ഇട്ട് നല്ല ലോറി പോയിക്കൊണ്ടിരുന്ന ഇത് 9 കിലോമീറ്റർ ഇതിലൂടെ ഇവിടുന്ന് ഇതിൻ്റെ ദൂരമുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം വയനാട്ടിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേക അവസ്ഥ. ആകെയുള്ള ഒരു ചുരവാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എത്തിപ്പെടാമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് തലേന്നേ പോയി കോഴിക്കോട് പോയി റൂം എടുക്കേണ്ട അവസ്ഥയാണ് വയനാട്ടുകാരുടെ. വയനാട്ടിൽ നിന്ന് ചുരമില്ലാത്ത, ചെലവ് കുറഞ്ഞ, പാരിസ്ഥിതിക ആഘാതമില്ലാത്ത റോഡെന്ന നിലയിൽ റോഡിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാറി മാറി വന്ന സർക്കാരുകൾക്കുമായില്ല. റോഡ് കടന്നുപോകുന്ന പ്രദേശം റിസർവ് വനമല്ലെന്നും പഴയ എസ്റ്റേറ്റ് ഭൂമിയാണെന്നും അതുകൊണ്ട് തന്നെ സാങ്കേതിക തടസ്സങ്ങൾ എളുപ്പത്തിൽ മറികടക്കാനാവുന്നതുമാണെന്നാണ് ജനകീയ കർമ്മസമിതി പറയുന്നത്. ബദൽ റോഡ് നിർമ്മാണം ആവശ്യപ്പെട്ട് പടിഞ്ഞാറത്തറ ടൗണിൽ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണ ക്യാമ്പയിനും അനിശ്ചിതകാല ധർണയും ആരംഭിച്ചിട്ട് 1 മാസം പിന്നിട്ടു. ന്യൂസ് 18 വയനാട്.
സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് പത്തനംതിട്ട നാറാണംമൂഴി പഞ്ചായത്ത്. നാറാണംമൂഴി സഹകരണ ബാങ്ക് സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെയാണ് പഞ്ചായത്ത് കുരുക്കിലായത്. ബാങ്കിനെതിരെ സഹകരണ രജിസ്ട്രാറെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. റാന്നിയിലെ വരുമാനം കുറഞ്ഞ പഞ്ചായത്തുകളിൽ ഒന്നാണ് നാറാണംമൂഴി പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ നികുതി വരുമാനം ഏറെയും നിക്ഷേപിക്കുന്നത് നാറാണംമൂഴി സഹകരണ ബാങ്കിലാണ്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ബാങ്കിൽ നിന്നും ദൈനംദിന ആവശ്യങ്ങൾക്ക് നിക്ഷേപത്തുക തിരികെ ലഭിക്കാതെ വന്നതോടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. പഞ്ചായത്തിനെന്ന് പറയുമ്പോൾ നമ്മുടെ വസ്തുനികുതി അല്ലെങ്കിൽ നമ്മുടെ ഈ ടൗണുമായി ബന്ധപ്പെട്ടുള്ള കുറേ കടകളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയൊക്കെ ലൈസൻസ് ഫീ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ തനത് വരുമാനം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു വരുമാനമൊന്നുമുള്ള പഞ്ചായത്തല്ല. അപ്പോൾ അങ്ങനെ ആ തനത് വരുമാനത്തിലുള്ള 10,57,000 രൂപയാണ് അവിടെ നിക്ഷേപമുള്ളത്. കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു ചെക്കും അല്ലെങ്കിൽ കൊടുക്കുന്ന ബില്ലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ അവിടെ പണമില്ല എന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാതെ വന്നതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള അംഗൻവാടികൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ പണം നൽകാൻ കഴിയാത്തതും പഞ്ചായത്ത് ഭരണസമിതിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പഞ്ചായത്ത് നൽകുന്ന ചെക്കുകൾ തുടർച്ചയായി മടങ്ങുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് നിക്ഷേപിച്ച 10,75,000 രൂപ തിരികെ ലഭിക്കാൻ സഹകരണ രജിസ്ട്രാറെ സമീപിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കണ്ണൂർ ആലക്കോട് നടന്ന ആനയൂട്ട് ശ്രദ്ധേയമായി. അരങ്ങം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആനയൂട്ട് സംഘടിപ്പിച്ചത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ 7 ആനകളുമായാണ് ഉത്സവം പൊടിപൊടിച്ചത്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ കൊമ്പന്മാർ ഉത്സവ ചടങ്ങിലെ പ്രത്യേക ആകർഷണമായി. കണ്ണൂർ ജില്ലാ ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആനയൂട്ട്. ഏഴ് ഗജവീരന്മാർക്ക് ഒരുമിച്ച് ആനയൂട്ട് നടക്കുന്നത് ജില്ലയിൽ തന്നെ ആദ്യമായാണ്. ഓലയമ്പാടി ഭദ്രനാനയ്ക്ക് ഒരു പട്ടാഭിഷേകവും അതുപോലെ തന്നെ വടക്കുനാഥൻ ഊട്ടിനോട് സമാനമായ കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ആനകളെ ആദരിച്ചതിൽ പാപ്പാന്മാർക്കും ഏറെ സന്തോഷം. തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ഭഗവതി തിടമ്പേട്ട ഓലയമ്പാടി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അഭിമാനമായി ഉയരാൻ പോന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭദ്രനെ കണ്ണൂർ ജില്ലാ ആനപ്രേമി സംഘത്തിൻ്റെ ഒരു ആദരവെന്ന നിലയിൽ യുവകള്ളഭകേശ്വരി പട്ടവും നൽകി. തൃശൂർ പൂരത്തിൽ തിടമ്പേറ്റാൻ അവസരം ലഭിച്ച ഓലയമ്പാടി ഭദ്രന് ഗജരാജപ്പട്ടം നൽകിയാണ് ആനപ്രേമികൾ സ്വീകരിച്ചത്. കവാടത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ഭദ്രനെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. ആലക്കോട് കൊട്ടാരം പ്രതിനിധി അജിത് രാമവർമ്മ ഗജരാജപട്ടം നൽകി ആദരിച്ചു. ആനയൂട്ട് കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത്. മണിക്കൂറുകളോളം കാത്തിരുന്നാണെങ്കിലും ആനയൂട്ടാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആളുകൾ മടങ്ങിയത്. ന്യൂസ് 18 ആലക്കോട്. സ്ത്രീകളെ ശാരീരികമായും മാനസികമായും സ്മാർട്ടാക്കാൻ വനിതാ ജിംനേഷ്യം ഒരുക്കി പാലക്കാട് ജില്ലാ പഞ്ചായത്ത്. മുതുതല ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി കോമ്പൗണ്ടിലാണ് ജിംനേഷ്യം സ്ഥാപിച്ചത്. 17.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജിംനേഷ്യം പദ്ധതി നടപ്പാക്കിയത്. പട്ടാമ്പി മുതുതല ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജിം ഒരുക്കിയത്. മുതുതല ആയുർവേദ ആശുപത്രിയുടെ അടുത്താണ് ജിംനേഷ്യം. ഇവിടെ ആധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷവും മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ 2.5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. സംസ്ഥാനത്തിനകത്ത് ഏറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ നാം ഇന്ന് കാണുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയും. 1995 73-74 ഭരണഘടനയുടെ ഭേദഗതി കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഈ ഇന്ത്യയിൽ ഏതുണ്ട് എന്ന് പരിശോധിച്ചാൽ ഏറെ ആത്മവിശ്വാസത്തോടെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കേരളമാണ് അത് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് വനിതകൾക്ക് മാത്രമായി പട്ടാമ്പി മണ്ഡലത്തിൽ ജിംനേഷ്യം തുടങ്ങുന്നത്. പുലർച്ചെ 5:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് ജിംനേഷ്യത്തിന്റെ പ്രവൃത്തി സമയം. മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാവും നടത്തിപ്പും പരിപാലനവും. ന്യൂസ് 18 പട്ടാമ്പി.
അന്തരിച്ച ഗായിക വാണി ജയറാമിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ അതിനു മുന്നോടിയായുള്ള പൊതുദർശനം പുരോഗമിക്കുകയാണ്. വാണി ജയറാമിന് അന്ത്യാഞ്ജലി അർപ്പിച്ച സംഗീത ലോകം. സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിലെ ബസന്ത് നഗറിൽ പുരോഗമിക്കുകയാണ്. ബസന്ത് നഗറിലെ വൈദ്യുതി ശ്മശാനത്തിലാണ് വാണി ജയറാമിന്റെ സംസ്കാരം നടക്കുന്നത്. അന്തരിച്ച പ്രശസ്ത ഗായിക വാണി ജയറാമിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചെന്നൈയിലെ ബസന്ത് നഗറിലെ വൈദ്യുതി ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വാണി ജയറാമിന്റെ പുറത്ത് വന്നത്. തലയ്ക്കേറ്റ അടിയാണ് മരണകാരണമെന്ന് വ്യക്തമായിരിക്കുന്നു. മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേക്കും വഴി തെന്നിത്തറയിലേക്ക് വീണ് തലയ്ക്ക് ക്ഷതം സംഭവിച്ച് അത്തരത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു. തലയ്ക്കേറ്റ മുറിവിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. മരണത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഭർത്താവിന്റെ മരണശേഷം ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു വാണി ജയറാം. ചെന്നൈയിലെ ബസന്ത് നഗറിലെ വൈദ്യുതി ശ്മശാനത്തിൽ പ്രശസ്ത ഗായിക വാണി ജയറാമിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയിട്ടാണ് വാണി ജയറാമിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക്. കാർഷിക കേരളം. കേരളത്തിൽ വാഴഗ്രാമം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരാളെ പരിചയപ്പെടാം. തിരുവനന്തപുരം പാറശാലക്കാരനായ ഇദ്ദേഹം ഒരു എക്സിബിഷന് വേണ്ടിയാണ് കണ്ണൂരിൽ എത്തിയത്. പേര് വിനോദ്. വാഴച്ചേട്ടൻ എന്നാണ് നാട്ടുകാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. വിനോദിനെ അറിയാത്ത വാഴക്കർഷകർ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഏതാണ്ട് 500-ലധികം വാഴവിത്തുകളുടെ ശേഖരമുള്ള ഒരു കർഷകനാണ് വിനോദ്. എന്നാലും സംസ്ഥാന കൃഷി വകുപ്പ് അദ്ദേഹത്തെ തഴഞ്ഞ മട്ടാണ്. അന്താരാഷ്ട്ര എക്സിബിഷൻ ഉൾപ്പെടെ കേരളത്തിന് പുറത്ത് 25ഓളം എക്സിബിഷനുകളിൽ പങ്കെടുത്തു. എങ്കിലും കേരളത്തിൽ ആദ്യമായാണ് ഒരു എക്സിബിഷന് കണ്ണൂർ വേദിയായത്.
കേരളത്തിലൊരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവർക്ക് ഇങ്ങനൊരു വാഴ ആളുള്ളത് പോലും അവർക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. അതിൻ്റെ ഭയങ്കര സങ്കടം. ഞാനൊരു അന്താരാഷ്ട്ര എക്സിബിഷൻ അടക്കം ഒരു 10-25ഓളം എക്സിബിഷൻ കേരളത്തിന് പുറത്ത് പങ്കെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിൽ എൻ്റേതായ ഒരു എക്സിബിഷൻ വന്നത്. പലരും എന്നെ നിന്ന് വാഴക്കല കൊണ്ടുവന്ന് എക്സിബിഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റേതായ പേരിൽ വാഴച്ചേട്ടൻ്റെ പേരിലോ വാഴഗ്രാമിൻ്റെ പേരിലോ ഒരു എക്സിബിഷൻ നടത്തുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. 12ാമത്തെ വയസ്സിൽ വാഴകൃഷി തുടങ്ങിയതാണ്. 15 വർഷം മുമ്പത്തെ ഒരു സംഭവമാണ് വിനോദിനെ വാഴകളുടെ തോഴനാക്കി മാറ്റിയത്. ഒരു 10-15 വർഷം മുമ്പ് കേരളത്തിൻ്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബനാന സെൻ്ററുണ്ട് കണ്ണാറെ. അവിടെ പോയി അവരുടെ വളരെ കൂളായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വാഴക്കന്ന് വെളിയിൽ ആർക്കും കൊടുക്കില്ല. അപ്പോൾ അവർക്ക് വാഴക്കന്ന് കിട്ടുമെങ്കിൽ ഈ വാഴക്കന്ന് എവിടെയെങ്കിലും ഉണ്ടാവണമല്ലോ. ഞാൻ അവരുടെ അടുത്ത് വെല്ലുവിളിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. അതിൻ്റെ തിക്തഫലം ഞാൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട പല അംഗീകാരങ്ങളും യൂണിവേഴ്സിറ്റി തടഞ്ഞ് ഇല്ലാതാക്കിയിട്ടുണ്ട്. വാഴകൃഷിയിൽ വിജയഗാഥ രചിക്കാൻ അധിക നാൾ വേണ്ടി വന്നില്ല. സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട ഇനങ്ങളായ കരിങ്കദളി, ചാമ്പയണ്ണാൻ, ചെന്നാലി, മൊട്ടപ്പൂവൻ, പെരുമ്പടലി, ആയിരങ്കാപ്പൂവൻ, വിദേശ ഇനങ്ങളായ CV റോസ്, സാമ്പ, ജാക്ക് ഫ്രൂട്ട്, ബനാന തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. നാടാകെ വാഴഗ്രാമം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫേസ്ബുക്കിൽ വാഴഗ്രാമം ഗ്രൂപ്പ് തുടങ്ങിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 1000ഓളം കർഷകർ ഈ ഗ്രൂപ്പിലുണ്ട്. വിത്തുകൾ ആവശ്യമുള്ളവർക്ക് ഓൺലൈൻ വഴിയും എത്തിച്ചു കൊടുക്കുന്നു. 4.5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന വാഴപ്പഴങ്ങളുമായി ഇദ്ദേഹം രാജ്യം ചുറ്റുകയാണ് നാടാകെ വാഴഗ്രാമം സ്ഥാപിക്കാൻ. ന്യൂസ് 18 കണ്ണൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.